ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. എല്ലാവർക്കും ഉള്ളൊരു പരാതിയായിരിക്കും ഈ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആവുന്നില്ല എന്നുള്ളത്. പക്ഷെ എങ്ങനെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് നല്ല പൂ പോലുള്ള ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാമെന്ന് കൃത്യമായിട്ടുള്ള അളവ് കൃത്യമായിട്ടുള്ള രീതിയും കാണണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസും ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്ന അളവുകൾ പറഞ്ഞുതരാം കേട്ടോ. 2 കപ്പ് പച്ചരിയാണിത്. മെഷറിംഗ് കപ്പിനാണ് എടുത്തിരിക്കുന്നത് 250 ml. 2 കപ്പ് പച്ചരി, 1 കപ്പ്, അതായത് അതിൻ്റെ പകുതി ഉഴുന്നിൻ്റെ അത്രയും തന്നെ ചോറ്, 1 കപ്പ് തന്നെ ചോറ് കേട്ടോ. അതിപ്പോൾ ഏത് ചോറായാലും കുഴപ്പമില്ല. നിങ്ങൾ ഉച്ചയ്ക്ക് ഏത് ചോറാണോ ഉണ്ടാക്കുന്നത്, പൊന്നിയാണേലും കുറവയാണേലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഉഴുന്നിൻ്റെ കൂടെ നമ്മൾ കുതിർത്താനായിട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉലുവ വേണം. ഇനി ഈ പച്ചരിയും പിന്നെ ഉഴുന്നും ഉലുവയും കൂടെയുള്ള മിക്സ്, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കുതിർത്താനായിട്ട് വെക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ അരച്ചെടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. ഇത് രണ്ടും മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാൻ പറ്റുക കേട്ടോ. അപ്പം 4 മണിക്കൂറിന് ശേഷം നമ്മൾ കുതിർത്താനായിട്ട് വെച്ചിരുന്ന പച്ചരി ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറെടുത്ത് ആദ്യം പച്ചരിയും കൂടെ നമ്മൾ ചോറ് 1 കപ്പ് എടുത്ത് വെച്ചിരുന്നല്ലോ അതും കൂടെ ചേർത്ത് പാകത്തിനുള്ള വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം അതിൻ്റെ ലെവലിൽ നിൽക്കുന്ന അത്രയും വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. പക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് സ്മൂത്താക്കി എടുക്കാൻ നോക്കരുത്. കാരണം മാവ് അങ്ങ് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്, പുളിക്കാൻ പാടായിരിക്കും. 2 തവണയായിട്ട്, അതായത് കുറച്ച് നേരം അരച്ചതിന് ശേഷം അരപ്പിൻ്റെ സ്മൂത്ത്നെസ് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അരച്ചെടുക്കുക. അപ്പോഴേ അധികം ചൂടാവാതെ മാവ് കിട്ടുള്ളൂ, നന്നായിട്ട് പുളിക്കാനും ചാൻസ് ഉള്ളൂ കേട്ടോ. ഈ അരപ്പ് പുളിപ്പിക്കാനുള്ള പാത്രം ഏതാണോ അതിലേക്ക് ഒഴിക്കുക. ശേഷം നമ്മൾ ഉഴുന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം അല്ലേ. അതേ ജാറിലേക്ക് ഉഴുന്ന് ചേർത്ത് പാകത്തിനുള്ള വെള്ളം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ലെവലിൽ മാത്രം നിൽക്കുന്ന രീതിയിൽ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഈ പറഞ്ഞ പോലെ 2 3 തവണയായിട്ട് പതുക്കെ അരച്ചെടുക്കുക. ഒരുപാട് ചൂടായി പോകാൻ പാടില്ല. മാവ് നന്നായിട്ട് സ്മൂത്തായിട്ട് വരികയും വേണം കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ അരിയുടെയും ചോറിൻ്റെയും മിക്സിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. എത്ര നേരം മിക്സ് ചെയ്യുമ്പോൾ അത്രയും നല്ലതാണ്. നമ്മൾ മിക്സ് ചെയ്തതനുസരിച്ച് അതിനകത്ത് നന്നായിട്ട് പുളിച്ച് വരാനുള്ള ചാൻസ് കൂടും. നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊരു മിക്സിങ്ങിന് ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ്സിൽ നല്ലൊരു പങ്കുണ്ട്. അത് നിർബന്ധമായിട്ടും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. സ്പൂണൊന്നും വേണ്ട. നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് പുളിപ്പിക്കാനായിട്ട് വെക്കാം. 8 മണിക്കൂർ മുതൽ 11-12 മണിക്കൂർ വരെ വെക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു 7-8 മണിയായിട്ടേ ഉള്ളൂ. നാളെ ഒരു 7 മണിയാവും ഇത് എടുക്കാനായിട്ട്. ഇനി പുളിപ്പിക്കാനായിട്ട് വെക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവനൊന്ന് വാം ചെയ്തിട്ട് അതിനകത്ത് വെക്കുന്നവരുണ്ട്. ഇനി തെർമൽ കുക്കർ, നമ്മൾ അരി തിളപ്പിച്ച് വെക്കില്ലേ, ആ തെർമൽ കുക്കറിൻ്റെ പോട്ടിനകത്ത് വെക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ നോർമൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെച്ചാലും മതിയാവും കേട്ടോ. എന്തായാലും നന്നായിട്ട് പുളിച്ച് വരട്ടെ. നമുക്ക് നാളെ കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ്. നമ്മളെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തുറന്നിട്ട് ഒരുപാടങ്ങ് ഇളക്കി മിക്സ് ചെയ്യില്ല. സ്പൂൺ വെച്ചിട്ട് തവി വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് കുറയും. ഇതുപോലെ ഒരു കുഞ്ഞി തവി എടുത്ത് നമ്മൾ ദോശമാവിന് അല്ലെങ്കിൽ ഇഡ്ഡലി മാവിന് ഒട്ടും നോവിക്കാത്ത രീതിയിൽ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് ഇഡ്ഡലി തട്ടിയിലേക്ക് പകർത്ത് വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ചെമ്പ്, ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ കുക്കറിനകത്ത് കൊള്ളുന്ന ഇഡ്ഡലി തട്ടുകളാണ് ഇതിൽ ഇരിക്കുന്നത്. ഈ ഒരു കുക്കറിൽ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇഡ്ഡലി തട്ടും കൂടെ വെച്ച് ഫുൾ ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ആവി വരുന്ന സമയത്ത് ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ തടവി വയ്ക്കാം. ഇനി ആവി വന്ന് തുടങ്ങുമ്പോഴാണ് ഞാൻ മാവ് ഒഴിക്കാറുള്ളത് കേട്ടോ. ആ ഒരു ഇളം ചൂടുള്ള സമയത്ത് മാവ് ഒഴിക്കുമ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ പറഞ്ഞതൊക്കെ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് കൂട്ടാനുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് കേട്ടോ. ആവി വന്നതിന് ശേഷം മാത്രം ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവിയതിന് ശേഷം മാവ് ഒഴിക്കുക. മാവ് ഒഴിക്കുമ്പോൾ 1/4 ഭാഗം മാത്രം ഒഴിക്കുക കേട്ടോ. കാരണം അത് നന്നായിട്ട് പൊങ്ങി വരുമല്ലോ. അപ്പോൾ 1/4 ഭാഗം മാത്രം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ച് 3.5 മുതൽ 4 മിനിറ്റ് വരെ ഫുൾ ഫ്ലെയിമിൽ വേവിക്കുക കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ ആവി വന്നോട്ടെ. അതിൽ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയിൽ മുകളിൽ ക്രാക്സ് ഒക്കെ വീണ് തുടങ്ങും കേട്ടോ. സോഫ്റ്റ്നെസ്സും കുറയും. അപ്പോൾ കഷ്ടി 4 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലിയുടെ കുക്കർ തുറക്കുകയാണ്. നല്ല സൂപ്പർബായിട്ടുള്ള ഇഡ്ഡലി വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ. ഇത് നമ്മളിനി ഒന്ന് ആവി പോകാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ചൂടോടെ തന്നെ ഇതങ്ങ് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടില്ല, കുറച്ചൊക്കെ അതിനകത്ത് പറ്റിപ്പോവും. അപ്പം ചൂടാറിയതിന് ശേഷം ഒരു സ്പൂണും ഗ്ലാസ്സിൽ ഒരല്പം വെള്ളം കൂടെ തയ്യാറാക്കി വെക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ സ്പൂണൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം പതുക്കെ അരികൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടുന്ന രീതിയിൽ പതുക്കെ ഇതുപോലെ എടുക്കാം.
ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം, ഒരല്പം വെള്ളം ഈ ഇഡ്ഡലിയുടെ ചുറ്റും ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ അതിനേലും എനിക്കിഷ്ടം ഇതാണ്, കാരണം വെള്ളം അധികമായി പോയി കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ അരികൊക്കെ അങ്ങ് കുതിർന്നു പോകും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഇതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കുക്കറിൽ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വേണം, കുക്കറിൻ്റെ വാഷർ ഇടണം, വിസിലിടില്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി വിളമ്പിയും കൂടെ കഴിഞ്ഞു കേട്ടോ. ഇതൊന്ന് മുറിച്ച് നോക്കുമ്പോൾ, ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം സ്പോഞ്ചി ആയിട്ടാണ് നമ്മുടെ ഇഡ്ഡലി വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോയതിന് വീട്ടിലാരെ കൊണ്ട് പരാതി പറയിപ്പിക്കരുത് കേട്ടോ. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നല്ല പൂ പോലെ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ ബെല്ലൈക്കൺ തെളിഞ്ഞ് വരും 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് കാണുന്നവരെ ബൈ.